അതവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, വീട്ടിൽ ഇരിപ്പുണ്ട്. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്നു പ്രിയങ്ങളെ. ഇത് അവിടെ എവിടെയോ ഇരിപ്പുണ്ട് കേട്ടോ, ഇൻസുലേഷൻ ടേപ്പ്. അത് ഞാൻ വേറെ മേടിച്ചു കൊടുക്കുവാൻ. ഇൻസുലേഷൻ ടേപ്പും അതിന്റെ സാധനങ്ങളും ഒക്കെ ഇവിടൊക്കെ ഉണ്ട്. കുറെയൊക്കെ ഞാൻ അന്ന് അതെല്ലാം അടുക്കി പെറുക്കിയൊക്കെ എടുത്തു വെച്ചു. ഒരു കവർ പാല് മേടിച്ചു, ഗോതമ്പ് പൊടി വാങ്ങിച്ചു. നമ്മുടെ ഹാപ്പി മാർട്ടിൽ. പിന്നെ 3 ദിവസം കൊണ്ട് ഞാൻ ഒരുമാതിരി എന്താ പറയുന്നത്, നമ്മളെ എന്തുവാ കറങ്ങുന്ന കോഴിയോ അങ്ങനെ കണ്ടൊരു സാധനമില്ല, അതിനകത്തിട്ട് ഇങ്ങനെ ചൂടാക്കി ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നു. ഗ്രിൽഡ് ചിക്കൻ്റെ അകത്ത് പെട്ട കോഴിയുടെ അവസ്ഥയായിരുന്നു. അതെ, നരകത്തിലെ കോഴി. ആ അവസ്ഥയിലായിരുന്നു ഞാൻ. എൻ്റെ പ്രിയങ്ങളെ, ഞാൻ വീഡിയോയിൽ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ഒരു 6 മാസം മുമ്പാണ് നമ്മൾ മുത്തിൻ്റെ ആ പുറത്തെ ഒരു ചെറിയൊരു തടിപ്പ് പോലെ കണ്ടത്, ഡോക്ടറെ കാണിക്കുന്നു. അപ്പം ആ സമയത്ത് അവനവിടെ വേദന, ആദ്യം വേദനയൊന്നും ഇല്ലായിരുന്നു. അത് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അതൊന്ന് സ്കാൻ ചെയ്തിട്ടേ അല്ല. അത് എന്തുവാ നോക്കണം. അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ അത് ഫാറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ റിസൾട്ടുമായിട്ട് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അതൊന്ന് FNAC എടുക്കാൻ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്താ പറയുക, അന്ന് അത് ഫാറ്റ് ആണെന്ന് അറിഞ്ഞ് നമ്മളത് അതൊന്ന് കീറിയെടുത്ത് കളയണമെന്നുണ്ടെങ്കിൽ അതൊന്നുകൂടി കൺഫേം ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് FNACക്ക് എഴുതി തന്നത്. പക്ഷെ അന്ന് നമുക്കത് പറ്റിയില്ല, കാരണം അവന് ക്ലാസ് തുടങ്ങി അങ്ങോട്ട് പോകേണ്ടി വന്നു. പിന്നെ ഇപ്പോൾ വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മെനഞ്ഞാന്ന് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു ലാബിൽ. അതിന് വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് കൊടുത്ത അന്ന് മുതൽ ഇപ്പോൾ ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് റിസൾട്ട് വന്നത്. ആ സമയം വരെ എനിക്ക് എൻ്റെ അറിഞ്ഞുകൂടാ, ഞാൻ കൊല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. പ്രിയങ്ങൾ, നമുക്ക് ആരോടും പറയാൻ പറ്റത്തില്ല. പറഞ്ഞാൽ അതത്ര ആരോട് പറയാൻ, എന്ത് പറയാനാണ്. അപ്പോൾ അതങ്ങനെ ഇങ്ങനെ മനസ്സിലിരിക്കുകയായിരുന്നു. ഇന്ന് ഇപ്പോൾ റിസൾട്ട് വന്നു, കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് ഫാറ്റ് തന്നെയാണ്. അപ്പോൾ അത് ഒന്നുകൂടി ഒന്ന് ഡോക്ടറെ കാണിക്കണം റിസൾട്ട്, എന്നിട്ട് വേണം നമുക്കത് വേണമെങ്കിൽ എടുത്ത് കളയാം. ഡോക്ടർ പറയുന്നത് പ്രശ്നമൊന്നുമില്ല, എടുത്ത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ഒരു കാര്യം ഇങ്ങനെ കേൾക്കുന്നതും ഇങ്ങനെ കാണുന്നതും ഒക്കെ വല്ലാത്തൊരു ആളലാണ് മനസ്സിൽ. അതുകൊണ്ടാണ് ഞാൻ ഡോക്ടറിനോട് കുഴപ്പമൊന്നുമില്ല, എന്തിനാണ് പേടിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്ക് പേടിയാണ്, ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് പേടിയാന്ന് ഞാൻ പറഞ്ഞു. ഒരു കുഴപ്പമില്ല എന്ന് ഡോക്ടർ ആണായിട്ട് പറയുമായിരുന്നു. എന്നിട്ടാണ് പറഞ്ഞത് അത്രയും ഇതാണെന്നുണ്ടെങ്കിൽ പോയി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ. അങ്ങനെയാണ് നമ്മൾ പോയത്. ഇന്ന് എന്തായാലും ദൈവം എൻ്റെ ഉള്ളു നീറുന്നത് കാണുന്നുണ്ട്. ഞാൻ നെഞ്ചിൽ തീയുമായിട്ട് നടക്കുമായിരുന്നു പ്രിയങ്ങളെ ഇത്രയും ദിവസം. ശരിക്കും ഞാൻ എൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് എനിക്കത് പറയാനറിയത്തില്ല, അത്രയും എനിക്ക് വിഷമമായിരുന്നു. അപ്പോൾ എനിക്കിന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ വിളിച്ച് ലാബിൽ റിസൾട്ട് വന്നു എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവർ വൈകിട്ടത്തേക്ക് വരുവുള്ളൂ എന്ന് പറഞ്ഞു. ആ സമയം മുതൽ എൻ്റെ തല പെരുക്കുവാണ്.
തല പെരുത്ത് തലവേദന ഇളകി എനിക്ക് എഴുന്നേക്കാനും നടക്കാനും വയ്യാതാണ് ഞാൻ വന്ന് കയറിയത്. മരുന്ന് കഴിച്ചു, കുറവില്ല. എന്നിട്ട് ഞാൻ ബാമൊക്കെ തൂത്തു. വല്ലാത്തൊരു അസ്വസ്ഥത. മനസ്സിന് സമാധാനമുണ്ട്, പക്ഷെ അതങ്ങോട്ട് അധികരിച്ച് തലയ്ക്കകത്തെ ആ ഒരു അസ്വസ്ഥത അതിനെ ഒന്ന് ശാന്തമാകണം. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാറൊക്കെ ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇന്ന് നമുക്ക് സ്റ്റാർ ഇടാം. ഇന്നല്ല കേട്ടോ, ശനിയാഴ്ച ഒരുക്കാം. പിന്നെ അത്താഴത്തിന് ചോറ് ഇരിപ്പുണ്ട്, മീൻ ഇരിപ്പുണ്ട് വറക്കാൻ. ഒരു മെഴുക്കുവരട്ടിയും കൂടെ വെക്കാതെ ഉള്ളൂ കേട്ടോ. ഇന്ന് അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാനുള്ള ഒരു ഇതില്ല. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ അതൊക്കെയാണ്. എന്തുവാ സ്ക്രൂ ഡ്രൈവർ കുഞ്ഞാണ്ടാ എന്റെ ബ്രഷ് ഇരിക്കുന്നതാണല്ലോ, അതിനകത്ത് നോക്കിക്കേ. അവിടെ ഇന്നിപ്പോ രാവിലെ എൻ്റെ കൂടെ മുത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് റിസൾട്ട് അറിയുവാണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കണമായിരുന്നു. പിന്നെ കുക്കുവിൻ്റെ കൂടെ അവിടെ എവിടെയൊക്കെ ഒന്ന് പോകണമായിരുന്നു. അവളുടെ ഫോൺ പൊട്ടിപ്പോയി. അപ്പോൾ അതിൻ്റെ കാര്യത്തിനൊക്കെ ആയിട്ട് അവളുടെ കൂടെ പോയി. അപ്പോൾ കുഞ്ഞു അതിൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഇന്നലെ നമ്മൾ വൈകിട്ട് സെമിത്തേരി പോയ സമയത്ത്, എല്ലാവരും കൂടി സെമിത്തേരി പോയ സമയത്ത് ഇന്നലെ അവിടെ പെരുമ്പാമ്പ് വന്നു. പെരുമ്പാമ്പ് എവിടാന്നറിയാം, നമ്മൾ ജാനിക്കുട്ടിയുടെ വീടിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുന്നിടത്ത് കണ്ടം കാണിക്കത്തില്ലേ, ഒത്തിരി പാടം വെള്ളം ഒഴുകുന്നതും ഒക്കെ കാണിക്കാറില്ലേ വീഡിയോയിൽ. അവിടെ ഒരു പെരുമ്പാമ്പ് വന്നു. ഫോറസ്റ്റിൽ വിളിച്ചു, ആളെത്തിയില്ല. പിന്നെ അത് എവിടെയോ പോയി ഒളിച്ചിരിപ്പുണ്ട് കേട്ടോ. ഇന്നലെ ഫോട്ടോ ഒക്കെ എടുത്ത് ഫോണിനകത്ത് എനിക്ക് ജാനിക്കുട്ടി അയച്ചു തന്നു. അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നു, ഇന്നലെ പറയാൻ മറന്നുപോയത്. അപ്പോൾ നമുക്ക് സ്റ്റാർ ഇടാവേ. അമ്മയ്ക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം കൈ നോക്കി എന്നാ ഒരു കാര്യം ചെയ്യട്ടെ, ഇത് മാത്രം ഇത് ഇവിടെ എടുത്തിടാം കൊണ്ട് ആ മൂലയ്ക്ക്, എന്നിട്ട് എല്ലാ മൂലയ്ക്കും ഇടാം. ഞാൻ ഇപ്പൊ ചുമ്മാ ഇട്ട് കാണിച്ചതാ. അത് ഓർമ്മ ഇവിടെ ഇരുന്നത് വെട്ടം കണ്ടു ഞാൻ, അതുകൊണ്ട് മേടിച്ചത്. വെട്ടമുണ്ട്, നല്ല വെട്ടമല്ലേ. അത് കണ്ടില്ലയോ, ഒരു ഡിസ്കോ ഇല്ല. മറ്റേ എടുത്തോണ്ട് ഇതുണ്ട്. അമ്മ ഇതൊന്ന് ഓഫ് ആക്കിയാന്നേ, ലൈറ്റ് വേണമെങ്കിൽ സെൻട്രൽ. ഓ മതിയല്ലയോ, മതി, അങ്ങനെ ഇരുന്നോട്ടെ. എന്ത് പറയാ, എന്താ കാണുന്നില്ലെന്നാ അത് ആ മൂലക്ക് കിടക്കുന്ന. നമുക്കൊരു ഗിഫ്റ്റ് പാക്കറ്റ് വന്നിട്ടുണ്ട്. അതിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം, പക്ഷെ ഇത് ആരയച്ചെന്ന് എനിക്ക് കൺഫർമേഷൻ ഇല്ല കേട്ടോ. ഞാനത് പാഴ്സൽ വന്നിട്ട് ഇത് പൊട്ടിച്ചു നോക്കി, വെയിറ്റ് കണ്ടോണ്ട്. അപ്പൊ പക്ഷെ എനിക്ക് ആരാന്നുള്ളത് ഇതുവരെ മനസ്സിലായില്ല. ഇല്ല. അപ്പൊ നമുക്ക് ഇത് ആരാ സ്നേഹ സമ്മാനം അയച്ചതെന്നുള്ളത് നാളെ ഞാൻ പറയാം കേട്ടോ. എന്തായാലും ഇത് കണ്ടുപിടിക്കണമല്ലോ. അതിലൊന്നും ഒന്നുമില്ല. ഉണ്ടോ? എന്തായാലും നമ്മുടെ ഈ ക്രിസ്മസ് ഡിസംബറിൽ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ കേക്ക് ഇതിനകത്തുണ്ട് കേട്ടോ. ഞാനത് അവിടെ വെച്ച് പൊട്ടിച്ചിട്ട് കുർബാനിട്ട് വെച്ചതാണ്. അതിന്റെ പ്രിയങ്ങളെ കാണിക്കാം. എടുക്ക എന്ത് ഓരോന്നോരോന്ന് എടുത്തതാ എന്റെ കയ്യിലോട്ട്. പ്ലം സർപ്രൈസ് കേക്ക്, പിന്നെ ചോക്ലേറ്റ്സ്, ഉണക്കമുന്തി, പിസ്ത.
അമ്മൂന് വലിയ ഇഷ്ടമാണ്. പിന്നെ ബദാം പരിപ്പ്, എന്റെ ഫേവറേറ്റ് കാഷ്യൂ. പിന്നെ ചോക്ലേറ്റ്, അതും കേൾക്കാം. ഈന്തപ്പഴം, അത് കേൾക്കാം. ക്യാരറ്റ് പുഡിംഗ് കേക്ക്. എന്റെ മനസ്സിൽ ഒരു സംശയമുണ്ട്. കാരണം കഴിഞ്ഞ വർഷം എനിക്ക് ക്രിസ്മസിന്റെ സമയത്ത് ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്ന ആളായിരിക്കും കേട്ടോ. അപ്പൊ നാളെ ഞാൻ ഉറപ്പായിട്ടും പറയാനേ. എന്തായാലും എന്നെ മക്കളെ ഓർത്ത് ഈ സ്നേഹ സമ്മാനം അയച്ചവർക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. എന്റെ മനസ്സിലുള്ള ആളാണെങ്കിൽ വെച്ചിട്ടുണ്ട്. ചോറ് ഇച്ചിരി ഉണ്ട് ചൂടാക്കാൻ അങ്ങോട്ട് വെച്ചത്. ഇവർക്ക് ഗോതമ്പ് ദോശയുണ്ട്, അവർക്ക് അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് മെഴുക്കുവരട്ടി ഒന്നും വെക്കുന്നില്ല കേട്ടോ. മാറാവും. ഇച്ചിരി പച്ചരി വെള്ളത്തിലിട്ടിട്ടാണ് രാവിലെ പോയത്. അപ്പൊ അതൊന്ന് അരച്ചു വെക്കണം അപ്പം ഉണ്ടാക്കാന്. ഗിഫ്റ്റ് കാർഡ് ഒക്കെ എടുത്തിട്ട് അരി കഴുകിക്കൊണ്ട് വന്നു. ഇതൊന്ന് അരച്ചും വെച്ച് ചോറ് തിളച്ചു അത് വാർത്തിട്ട് അവർക്കുള്ള ഗോതമ്പ് ദോശ ഉണ്ടാക്കണം. അതൊക്കെയാണ് ഇനിയുള്ള പണികൾ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് പണികൾ ഫോണിനകത്ത് ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് വെക്കുവാണ്. എന്നിട്ട് ഇതെല്ലാം ഒതുക്കിയിട്ട് ഞാൻ വീഡിയോ എടുക്കാം. വീഡിയോ എഡിറ്റ് ചെയ്ത് അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ പ്രിയങ്ങളെ. നമുക്ക് അരി അരച്ചില്ല. ഞാൻ വളരെ പാടുപെട്ട് ഞാൻ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തൊക്കെ വെച്ചിരുന്ന് പകല് അങ്ങോട്ട് ചെന്നിട്ട് അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അവിടെ ചെന്ന് നോക്കുമ്പോൾ വീഡിയോയും ഇല്ല, വോയിസും ഇല്ല, ഒന്നുമില്ല. ദേഷ്യം വണ്ണം അവിടെ ഇരുന്ന് വോയിസ് ഇടാനൊന്നും പറ്റാത്തതുകൊണ്ട് ചെയ്തില്ല. അതൊക്കെ ഇനിയും ചെയ്യണം. പറഞ്ഞില്ലേ ഒരു വല്ലാതെ ഞാനങ്ങ് ഇന്ന് ഒരു ദിവസം വല്ലാത്ത ടെൻഷനായിരുന്നു എനിക്ക്. ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. മത്തി വറുത്ത് വെച്ചേക്കുന്നു. പിന്നെ രാമശ്ശേരി ഇഡലിപ്പൊടി നമുക്ക് ദോശയുടെ കൂടെ കഴിക്കാം. ലക്ഷ്മി ചേച്ചിയുടെ സ്പെഷ്യൽ. അരി അരച്ച് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. നമുക്ക് കഴിക്കാം. ഇത് ചമ്മന്തിയാ ദോശ അത് കഴിക്കാനുള്ള. മത്തി വറുത്ത് നോക്കട്ടെ. പോരെ ഇത് വേണ്ടായി. കഴിച്ചിട്ട് വരാം. മോരുകറി ഒഴിച്ചു, മത്തി വറുത്തത്, കുമ്പഴങ്ങ. ഇതാണ് ഇന്നത്തെ എൻ്റെ അത്താഴം കേട്ടോ. ഇല്ല. അപ്പോൾ കഴിക്കട്ടെ പ്രിയങ്ങളെ. എല്ലാവരോടും നിറയെ സ്നേഹം, ഒരുപാട് സ്നേഹം, പ്രാർത്ഥനകൾ. എല്ലാവരും സമാധാനമായിട്ടിരിക്കട്ടെ. നമുക്ക് നാളെ കാണാം കേട്ടോ. ടാറ്റ. ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.